ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിന്ദി ബേസിക്സിൻ്റെ 5ാമത്തെ പാർട്ടാണ്. അന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യയ അല്ലെങ്കിൽ പരസംഗ് എന്ന ഒരു പാർട്ടാണ്. ഏകദേശം ഹിന്ദി ഗ്രാമറിൽ കുറച്ചൊരു നമ്മളൊരു സെൻറ്റൻസ് മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതായത് ഒരു എന്താ പറയുക, 2 വേർഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ പറഞ്ഞ പരസംഗ് അല്ലെങ്കിൽ പ്രത്യയ എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ വിഭക്തി പ്രത്യയ എന്നാണ് നമ്മളതിനെ കറക്റ്റായിട്ട് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സോ എന്തൊക്കെയാണ് വിഭക്തി പ്രത്യയ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇത് നമ്മൾ ഷോർട്ട് ഫോമിലാണ് പ്രത്യയ എന്നറിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഫുൾ നമ്മൾ പറയുക വിഭക്തി പ്രത്യയ എന്നാണ് പറയുക. നിങ്ങൾക്കറിയാം, SLC അടക്കം ഉള്ള എക്സാമുകൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനാണ് ഈ വിഭക്തി പ്രത്യയ അല്ലെങ്കിൽ പരസംഗ് ചോദിക്കുക എന്നുള്ളത്. സോ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. എല്ലാ ക്ലാസ്സിലുള്ളവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് നടക്കാം. ഏതൊക്കെയാണ് ഈ വിഭക്തി പ്രത്യയ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ആദ്യം അത് നമുക്ക് നോക്കാം. നെ എന്നത് ഒരു വിഭക്തി പ്രത്യയമാണ്. കോ എന്നത് വിഭക്തി പ്രത്യയമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ഹിന്ദീൻ്റെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ ആ ഒരു ഏതൊരു ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇതില്ലാത്തൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഒരു സെൻറ്റൻസിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം വേണം. നെ, കോ, സേ, ക, കെ, കി. അടുത്തത് മേ, അടുത്തത് പർ, അടുത്തത് ലേക്കിൻ, കേലിയെ, അടുത്തത് ചാഹിയെ. വേർഡ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ വിഭക്തി പ്രത്യയ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് വിഭക്തി പ്രത്യയ? നെ, കോ, സേ, ക, കെ, കി, മേം, പർ, കേലിയെ, ചാഹിയെ. ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ്. നിങ്ങൾ ഈ മേമും കണ്ടിട്ടുണ്ടാവും, ഈ മേമും കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ പറഞ്ഞത്? ആ ഒരു വ്യത്യാസം എന്താ? ഈ മുകളിലുള്ള ഒരു വര ഒരെണ്ണത്തിന് എക്സ്ട്രാ ഉണ്ട്. അതല്ലാതെ വേറെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്? അപ്പോൾ എന്താണ് ഇതിനകത്ത് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിനകത്ത് വ്യത്യാസം? ഈ മെയിം എന്ന് പറയുന്നതും ഈ മെയിം എന്ന് പറയുന്നതും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താ? മേജർ ഡിഫറൻസ്, ഈ മെയിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അർത്ഥം വരുന്നുണ്ട്. ഞാൻ, ഇത് എവിടെയാണ് നമ്മൾ പഠിച്ചത്? സർവനാമത്തിലാണ് പഠിച്ചത്. സർവനാമം കുറച്ച് മുമ്പ് കഴിഞ്ഞതേ ഉള്ളേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക. എന്നാലും ഈ ക്ലാസ്സും ആ ക്ലാസ്സുമായിട്ട് നമ്മളൊരു കണക്ഷൻ ഇപ്പോൾ വരുന്നില്ല, പക്ഷെ അടുത്തൊരു ക്ലാസ്സിൽ കണക്ഷൻ വരും. സോ അതിന് മുമ്പ് നിങ്ങൾ ഇത് രണ്ടും പഠിച്ചിരിക്കുക. ഈ മെയിം എന്താണ്? ഈ മെയിം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്ന മീനിങ് വരുന്നതാണ് ഇത്. ഇതെന്താണ്? പരസംഗാണ്. പരസംഗ അല്ലെങ്കിൽ പ്രത്യേകമാണ്. സോ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്തിരിക്കുക. ആ ഒരു വര മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും കേട്ടോ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ മീനിങ്ങുകൾ ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ് കാ, കേക്ക്, അതിൻ്റെയൊക്കെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ അതിലേക്ക് ആ ക്ലാസ്സിലേക്ക് കിടക്കാം. നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ലാത്തതാട്ടോ. മീനിങ്ലെസ് ആണ്, അർത്ഥമില്ല. എന്തുകൊണ്ടാണ് അർത്ഥമില്ലാത്ത സാധനം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം. പക്ഷെ നിലവിൽ ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന് മീനിങ് ഇല്ല. ഇനി കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക, നെ, ലേ, നെ, യേ, ക്ക്, ഇത്രയും മീനിങ്ങൾ വരുന്നുണ്ട്. എനിക്ക് എന്ന് പറയാൻ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം? എനിക്ക് എന്ന് പറയാൻ എനിക്ക്. ഇനി എന്നെ, നിന്നെ,
ഇതൊക്കെ മീനിങ്. ഇനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ കോ എന്ന മീനിങ്, കോ എന്ന വാക്ക് വെച്ച് നമുക്ക് വരുന്നത്. ഇനി സേയിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സേയിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൊണ്ട്, അതുകൊണ്ട്, ഇതുകൊണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ. അൽ, അതിനാൽ, ഇതിനാൽ, അങ്ങനത്തെ ആൽ. ഓട്, അതിനോട് ഞാൻ യോജിക്കുന്നു, ഇതിനോട്, അങ്ങനത്തെ അതിനോട് ഇതിനോട്, അതാണ് കേട്ടോ ഈ ഓട് എന്ന് പറയുന്നത്. അടുത്തത് അതിനേക്കാൾ, ഇതിനേക്കാൾ എന്നൊക്കെ. അടുത്തത് അത് മുതൽ, ഇത് മുതൽ, അങ്ങനെ. ഉടേ എന്ന് പറഞ്ഞാൽ അതിലൂടെ, ഇതിലൂടെ, അങ്ങനത്തെ ഒക്കെ. ഇനി അടുത്തത് കാ കേ കി എന്നതിൻ്റെ അർത്ഥം എന്താ? ഉടേ. ഈ 3 വേർഡിനും കായ്ക്കും കേയ്ക്കും കീയ്ക്കും സെയിം മീനിങ് ആണ് വരുന്നത്. ഉടേ, അതിലൂടെ, അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഒക്കെ. അതിൻ്റെ, ഇതിൻ്റെ, അതിലെ, ഇതിലെ, ഇനി ഉള്ള, അതിലുള്ള, ഇതിലുള്ള, അങ്ങനത്തെ മീനിങ്ങുകൾ ഓക്കെ ആണല്ലോ. കാ കേ കി ഇത്രയും മീനിങ്സ് ആട്ടോ അതിന് വരിക. കായ് കേ കി അതെങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാവേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മീനിങ്ങുകൾ പറഞ്ഞു പോവുകയാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് ഇപ്പോൾ പറഞ്ഞു, അത്, ഇൽ, ഉള്ളിൽ എന്നൊക്കെ. അതിനുള്ളിൽ, അതിൽ, ഇതിൽ, അങ്ങനത്തെ മീനിങ്ങുകളൊക്കെ വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ, ബസ്സിൻ്റെ ഉള്ളിൽ, കല്ലിൻ്റെ ഉള്ളിൽ ഓക്കെ ആണല്ലോ. ഇനി ഉള്ളിൽ, അത് നേരെ ഓപ്പോസിറ്റ് പുറത്താണെങ്കിലോ, പുറത്ത് കല്ലിന്മേൽ ഇരുന്നു, കല്ലിൻ്റെ ഉള്ളിലിരുന്നു പറയില്ലോ, കല്ലിന്മേൽ ഇരുന്നു, അപ്പോൾ പെർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇനി പുറത്തുനിന്ന് ഡയറക്റ്റ് പുറത്തുനിന്ന് പറയണമെങ്കിൽ പെർ. ഇപ്പം മേമും പെറും ഉറപ്പായാലും ഉള്ളിൽ, പുറത്ത് എന്നുള്ള മീനിങ് ആട്ടോ വരിക. കേലിയെ എന്നാൽ എന്താ? വേണ്ടി എന്നാണ്. അടുത്തത് ചാഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നൊരു മീനിങ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് ഒരു വിഭക്തിപ്പത്തി എന്ന രീതിയിൽ യൂസ് ചെയ്യൽ കുറവാട്ടോ. സോ അത് നിങ്ങൾ വിട്ടോളൂ, അതത്ര നോക്കണ്ട. ഇത് നിങ്ങൾ ഇതുവരെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എവിടം വരെ? നേ പഠിക്കണം, കോ പഠിക്കണം, സേ പഠിക്കണം, കാ കേ കി. ഇത് എങ്ങനെ 3 സെയിം മീനിങ് വന്നു എന്നുള്ളത് ഉടനെ പറഞ്ഞുതരാം. പിന്നെ മെയിൻ പെർ, ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് ഇത്രയും പഠിച്ചിരിക്കണം, ഓക്കെ ആണല്ലോ. ഇതിനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും കൂടെ ഈ ഒരു അർത്ഥമില്ല ഇതൊക്കെ എങ്ങനെയാണ് ഈ കേന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നമുക്ക് കുറച്ചൊന്ന് എക്സാമ്പിളുകളൊന്ന് നോക്കിപ്പോകാം കേട്ടോ. എക്സാമ്പിളുകൾ പോയാലേ കാര്യമുള്ളൂ, അതുകൊണ്ടാണ്. സോ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കപ്പം ഒന്നാമത്തേൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തേത് നമ്മൾ പഠിച്ചത് നേ എന്ന നെയാണ്. ഓക്കെ, നേയ്ക്ക് നമ്മൾ എന്താ പഠിച്ചത്? നേ എന്നതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നേയ്ക്ക് എന്താണ് നമ്മൾ പഠിച്ചത്? യെസ്, അർത്ഥമില്ല എന്നതാണ് നമ്മൾ പഠിച്ചത്. ഈ നേ പറയാൻ കുറച്ച് അധികം ഉണ്ട്. നേയ്ക്ക് ഒന്നാമത്തെ കാര്യം അതിന് അർത്ഥമില്ല. എന്തുകൊണ്ടാണ് അർത്ഥമില്ലാതായേ? അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോഴത്തെ പ്രവൃത്തിയിൽ നടക്കുന്ന നിലവിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനോടുകൂടെ നേ ചേർക്കണം. എന്താണിത്? കുറേ സംഭവങ്ങൾ വന്നു. ഭൂതകാല ക്രിയ, സകർമ്മകം, കർത്താവ്, എന്താ ഇത്? അപ്പോൾ നമുക്കിതൊന്നും കൂടെ നോക്കാം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാസ്റ്റ് ടെൻസിലായിരിക്കും. കാരണം ഇപ്പം നടന്നതല്ല, ഇനി നടക്കാൻ പോകുന്നതല്ല. പിന്നെ എന്താണ്? പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് ക്രിയ, എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇംഗ്ലീഷിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇംഗ്ലീഷിൽ നമ്മളെങ്ങനെ പഠിച്ചേ? ഐ സ്റ്റഡി ഹിന്ദി. എന്താണ് ഇത്? സബ്ജക്റ്റ്. ഇതെന്താ?
വെർബ്. ഇതെന്താ? ഒബ്ജക്റ്റ്. ഇനി മലയാളത്തിലോ? ഞാൻ ഹിന്ദി പഠിച്ചു. പഠിപ്പിച്ചു വേണ്ട, പഠിച്ചു. അപ്പോൾ ഞാൻ എന്താ? സബ്ജക്റ്റാണ്. ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റാണ്. പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വെർബാണ്. ഇതെന്താ ഞാൻ ഡയറക്റ്റ് ഈ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതി ഇങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. കാരണം ഇത് ഇംഗ്ലീഷിലല്ലോ, ഇത് മലയാളമല്ലേ. സോ മലയാളത്തിൻ്റെതായ രീതിയിൽ പറയണ്ടേ. അപ്പം എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ മലയാളത്തിൽ പറയുന്നതാണ് കർത്താവ്. പ്രവൃത്തി ചെയ്യുന്നയാൾ കർത്താവ്. ഇനി ഹിന്ദിയെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് എന്താ? ഒരു കർമ്മം. ഇവിടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു കർമ്മം, ആ കർമ്മം നമ്മൾ ചെയ്യേണ്ടതാണ്. ഹിന്ദി എന്ന് പറയുന്നത് എന്താണ്? ഒരു കർമ്മമാണ്. പഠിച്ചു, ഇതില്ല കേട്ടോ. പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയയാണ്, ഒരു ചെയ്യേണ്ട കാര്യമാണ്. ഇംഗ്ലീഷുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ മലയാളമായിട്ടാട്ടോ കമ്പയർ ചെയ്യേണ്ടത് ഹിന്ദിയെ. അപ്പോൾ ഇവിടെ എന്താണ്? കർത്താവ് എന്താ? കർമ്മം എന്താ? ക്രിയ എന്താ? നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനിയുള്ളതാട്ടോ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കർത്താവ് എന്താണ്? ഞാനാണ്. ഹിന്ദി എന്ന് പറഞ്ഞ കർമ്മമാണ്. ക്രിയ എന്ന പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ, ക്രിയ എന്താണ്? സകർമ്മകം എന്താണെന്ന് നമുക്ക് നോക്കണം. കർത്താവിനോട് കൂടി നേ ചേർക്കണം. അപ്പോൾ കർത്താവിനോട് കൂടിയാണ് നേ ചേർക്കേണ്ടത്. അപ്പം ഞാൻ എന്ന സാധനത്തിൻ്റെ കൂടിയാണ് നേ ചേർക്കേണ്ടത്. ഹിന്ദിയിൽ ഇതെന്താണെന്ന് പറയാം? മേം ഹിന്ദി പഠ്താ ഹേ എന്നല്ലേ പറയാ. ഇനി എന്തോ ക്രിയ സകർമ്മകമാണെങ്കിൽ ഇവിടെ നേ ചേർക്കാന്നല്ലേ പറഞ്ഞേ? മേം നേ നമുക്ക് ക്രിയ എന്താന്ന് പിടികിട്ടി. സകർമ്മകം എന്താന്നുള്ളത് നമുക്കിനി ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പം എന്താണ് സകർമ്മകം? സകർമ്മകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സാധനമാണ് അകർമ്മകം. അപ്പം അതെന്താ മൊത്തത്തിൽ? സകർമ്മകം എന്താ, അകർമ്മകം എന്താ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാതെ. അപ്പം ക്രിയയാണ് സകർമ്മകവും അകർമ്മകവും ഒക്കെ ആയി മാറുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. അപ്പോൾ സെന്റൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? കർത്താവ് പ്ലസ് കർമ്മം പ്ലസ് ക്രിയ. എപ്പോഴും ഈ ഓർഡറിലാവണമെന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് വരിക. സെന്റൻസ് പാറ്റേൺ അങ്ങനെയാണ്. ഇനി അടുത്തത് നമുക്ക് സകർമ്മകം അകർമ്മകം. ആദ്യം നമുക്ക് എന്താ അകർമ്മകം നോക്കാം. എന്താണ് അകർമ്മക ക്രിയ? എന്താണ് അകർമ്മക ക്രിയ? എന്താണ് അകർമ്മക ക്രിയ? എന്താണ്? ക്രിയയുടെ ഫലം കർത്താവിൽ തന്നെ ഒതുങ്ങുന്നുവെങ്കിൽ, ക്രിയയുടെ ഫലം കർത്താവിൽ തന്നെ ഒതുങ്ങുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കർമ്മം ഉണ്ടാവില്ല. മനസ്സിലായോ? എന്താ ഇപ്പോൾ പറഞ്ഞെന്താ? കർമ്മമില്ലാത്ത സാഹചര്യം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കർമ്മം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് പാർട്ടിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതാണ് എന്ത്? അകർമ്മകം. ഞാൻ പഠിച്ചു, എന്താ പഠിച്ചതെന്നൊന്നും വേണ്ട. ഞാൻ പഠിച്ചു, അത്ര മതി. ഞാൻ പാടി, എന്താ പാടിയെന്നൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അത്ര തന്നെ. ഞാൻ പഠിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ പാടി, അത്രയൊക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അപ്പം ഈ പറഞ്ഞ ക്രിയ എന്താ? പഠിച്ചു എന്നുള്ളത്. അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് കർത്താവിൽ തന്നെ ഒതുങ്ങുവാണ്. കർത്താവ് മാത്രം മതി. എന്താണ് സാധനം എന്നുള്ള കർമ്മം എന്താണെന്നൊന്നും വേണ്ട. ക്രിയയും കർത്താവ് മാത്രം മതി. കർമ്മം ഇല്ല എങ്കിൽ അതിനെയാണ് അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? അപ്പം എന്തായിരിക്കും സകർമ്മക ക്രിയ? ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? എന്താണ് സകർമ്മക ക്രിയ? ക്രിയയുടെ ഫലം കർത്താവിലായിരിക്കുമ്പോൾ അത്തരം ക്രിയകൾ എന്തുവരും? ക്രിയയോട് ആരെ, എന്തിനെ, എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടെങ്കിൽ സകർമ്മക ക്രിയയാണ്. ഒന്നും കൂടെ പറയാം. ക്രിയയുടെ ഫലം കർത്താവിലാണോ? അല്ല, കർമ്മത്തിലായിരിക്കുമ്പോൾ.
ക്രിയയുടെ ഫലം ഇവിടെ എന്താ, കർത്താവിന് പകരം ഇവിടെ എന്ത് വരും, കർമ്മത്തിലായിരിക്കും. കർമ്മത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അത്തരം ക്രിയകൾ എന്തായിരിക്കും, സകർമ്മക ക്രിയ. ഞാൻ പറഞ്ഞത് മാറിപ്പോയെന്ന് അറിഞ്ഞുകൂടെ, ഒന്നും കൂടി എടുത്ത് പറയാം. അകർമ്മക ക്രിയ ആണെങ്കിൽ ക്രിയയുടെ ഫലം കർത്താവിൽ തന്നെ ഒതുങ്ങും. കർത്താവും ക്രിയയും മാത്രം മതി, അപ്പൊ കർമ്മം വേണ്ട. അപ്പൊ ക്രിയയും കർത്താവും മാത്രമാണെങ്കിൽ അതെന്താണ്, അകർമ്മക ക്രിയയായിരിക്കും. സകർമ്മക ക്രിയ ആണെങ്കിലോ ക്രിയയുടെ ഫലം കർമ്മത്തിലുണ്ടാകും, കർമ്മത്തിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിലോ കർത്താവ് ഉണ്ടാവും, കർമ്മം ഉണ്ടാവും, ക്രിയ ഉണ്ടാവും. 3 സംഭവം ഉണ്ടാവും സകർമ്മകത്തില്. ഓക്കെ ആണല്ലോ. അതായത് ക്രിയനോട് ആര് പാടി, ഞാൻ പാടി. എന്തിനെ പാടി, എന്താ പാടിയേ, എന്താ പഠിച്ചേ, ഹിന്ദി. അങ്ങനെ ആര്, എന്തിന്, എന്ത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനോട്, ക്രിയനോട്. അതായത് പഠിച്ചു എന്നാണല്ലോ ക്രിയ. എന്താ പഠിച്ചു, എന്ത് പഠിച്ചു, ആര് പഠിച്ചു, എന്തിനെയാ പഠിച്ചേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരമുണ്ടെങ്കിൽ ആ ക്രിയ എന്താണ്, നമ്മുടെ സകർമ്മക ക്രിയയാണ്. പക്ഷെ അകർമ്മക ക്രിയനോട് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമൊന്നും ഉണ്ടാവില്ല. ഞാൻ പഠിച്ചു എന്നാണല്ലോ, എന്ത് പഠിച്ചു അറിയത്തില്ല, എന്തിനു പഠിച്ചു അറിയത്തില്ല. സോ അകർമ്മകത്തിനകത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, എന്തൊക്കെയോ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ സകർമ്മകത്തിൽ അങ്ങനെയല്ല, എന്ത് ചോദ്യം ചോദിച്ചാലും പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ അവിടെ പറയാൻ കിട്ടും. അതാണ് സകർമ്മക ക്രിയ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് പിടികിട്ടിയല്ലോ. ഇതിപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു തന്നാട്ടോ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രോ ആയി മാറും. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളിത് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പം ഇത്രയും വലിയ കഷ്ടപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഈ അകർമ്മകവും സകർമ്മകവും എന്താണെന്ന് പിടികിട്ടി എന്ന് കരുതുന്നു. ഈ ഒരു ഒറ്റ ടേമിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്ന കാക്കയ്ക്ക് അതിനകത്തൊന്നും ഇതൊന്നും വേണ്ട. അതൊക്കെ വളരെ സിമ്പിളായിട്ട് പറയും. നെയ്ക്ക് മാത്രമേ അത് പറയാൻ ഇച്ചിരി ഈ ഒരു സകർമ്മക അകർമ്മകത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഉദ്ദേശം അത്ര ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. സോ നമുക്കിനി നമ്മൾ പറഞ്ഞതിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയേ, ഭൂതകാലത്തിൽ എപ്പോഴാണ് നെ കൂട്ടുന്നത്, ഭൂതകാലം ആയിരിക്കാം. അതായത് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അതായത് പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒന്നും നമ്മൾ ഈ പറഞ്ഞ എന്ത് യൂസ് ചെയ്യുന്നില്ല, നെ യൂസ് ചെയ്യുന്നില്ല. സോ ഭൂതകാലമായിരിക്കണം, ക്രിയ സകർമ്മകമായിരിക്കണം എന്ന് പറഞ്ഞ എന്താണ്, കർത്താവ് ഉണ്ടാവണം, ക്രിയ ഉണ്ടാവണം, കർമ്മം ഉണ്ടാവണം. ഇനി അപ്പം അങ്ങനെയുള്ള കേസിൽ എന്ത് വരും, കർത്താവിനോട് കൂടെ നമ്മൾ നെ ചേർക്കും. സോ നമുക്കൊന്ന് എക്സാമ്പിൾ പോയി നോക്കാവേ. അടുത്തത് രാജീവ് പഠ്താഹേ. രാജീവ് എന്താ ചെയ്യുന്നേ, രാജീവ് പഠിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് രാജീവ് ഹിന്ദി പഠ്താഹേ. ഇതെന്താ, രാജീവ് എന്താ ചെയ്യുന്നേ, ഹിന്ദി പഠിക്കുന്നു. ഇത് ഇത്രയും ഓക്കെ ആണോ? രാജീവ് എന്താ, കർത്താവ്. ഹിന്ദി എന്താ, കർമ്മ. പഠ്ത എന്താ, ക്രിയ. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ? ഇവിടെ കർമ്മമില്ലേ, ഇവിടെ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മുടെ ആള് വരുന്നത്. എന്ത്, രാജീവ് നെ ഹിന്ദി. നേ വന്നു കേട്ടോ, ഹിന്ദി പഠി. രാജീവ് ഹിന്ദി പഠിച്ചു. ഇതെന്താ, പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ താ വരുന്നതൊക്കെ പ്രസന്റ് ടെൻസിൻ്റെ കേസാട്ടോ. ഇത് നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. താ വരുമ്പോൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. അത് നമ്മൾ ഈ ടെൻസുകളെ കുറിച്ച് പഠിക്കുമല്ലോ, അപ്പം ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ രാജീവ് എന്താ നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ നാമങ്ങളാണ്. രാജീവിന് പകരം മേം, ഞാൻ രാജീവാണെങ്കിൽ ഞാൻ മേം എന്ന് പറയും. ഇനിയിപ്പോൾ അവനാണ് രാജീവെങ്കിൽ നമുക്ക് വാഹു കൊടുക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു പഠിപ്പിച്ചപ്പം. താഹയൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത എന്താ വെച്ചാൽ അത് ടെൻസിൻ്റെ ക്ലാസ്സിലോട്ട് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കേസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതെല്ലാം ഐഡിയ കിട്ടും. സോ ഇപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് എന്ന് കരുതുക. പക്ഷെ തുടർന്ന് നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് അത് നന്നായി കിട്ടുമേ.
അപ്പം താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. താഹെ വരുവാണെങ്കിൽ അതെല്ലാം പ്രസൻറ്റൻസ് ആണ് കേട്ടോ. സോ അതങ്ങനെ മൈൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. വഴിയെ നമുക്ക് പറഞ്ഞു തരാൻ മതി എന്തുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ താഹെ ഇപ്പം നിലവിൽ പ്രസൻറ്റൻസ് ആണ്. ഓക്കെ. പടി എന്ന് വരുമ്പം അത് പാസ്റ്റ് ടെൻസും ആണ്. ഓക്കെ ഉള്ളൂ. അത് ഞാൻ നമ്മൾ ടെൻസിൻ്റെ ക്ലാസ് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ ഒന്നും കൂടെ നന്നായി പറഞ്ഞുതരാം. ഇനി രാജീവ് നേ വന്നു, കാരണം എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ക്രിയേനോട് കൂടിയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയേ? പാസ്റ്റ് ടെൻസിൽ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ, അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി രാജീവ് നേ ഹിന്ദി. രാജീവ് നേ വന്നത് എന്തുകൊണ്ടാ? എന്തിനോട് കൂടിയ നേ ചേർക്കുക എന്ന് പറഞ്ഞേ? കർത്താവിനോട് കൂടി. ഇതാണ് രാജീവാണ് കർത്താവ്, കർത്താവിനോട് കൂടെ നേ ചേർത്തു. ഇവിടെ എന്താ? സകർമ്മക ക്രിയയാണ്. എങ്ങനെ മനസ്സിലായി? ഹിന്ദി വന്നു, കാരണം കർത്താവ് രാജീവ്, ക്രിയ പടി, ഹിന്ദി കർമ്മം. കർമ്മം ഉള്ളത് കൊണ്ട് എന്താണ്? സകർമ്മകമാണ്. അതുകൊണ്ട് എന്താണ്? ഹിന്ദി വന്നു. സകർമ്മകമായതുകൊണ്ട് മാത്രമാണ് നേ വന്നത്. മനസ്സിലായല്ലോ? ഇത് പിടികിട്ടിയോ? ഇനി അടുത്ത 1-2 എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാവേ. അടുത്തേതാ? രോഹിത് നേ കവിത ലിഖി. രോഹിത് എന്ത് ചെയ്തു? കവിത എഴുതി. കവിതയുണ്ട്, അതായത് കർമ്മമുണ്ട്, അതുകൊണ്ടാട്ടോ നേ വന്നേ. അടുത്തത് നിരജ എന്ത് ചെയ്തു? ഗീത് ഗായ, പാട്ട് പാടി. എന്താ പാടിയെന്ന് കൃത്യമായിട്ടുണ്ടേ. ഇനി ജോസഫ് നേ സാരി ബാത്തോ എല്ലാ കാര്യവും, അതാണ് ഇവിടുത്തെ എന്ത് കർമ്മം. കഹി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പടി എന്ന് പറഞ്ഞ എന്താ? പഠിച്ചു. ലിഖി എന്ന് പറഞ്ഞ എന്താ? എഴുതി. ഗായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാടി. കഹി എന്ന് പറഞ്ഞ എന്താ? പറഞ്ഞു. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലുള്ളതാണ് കേട്ടോ, ലാസ്റ്റത്തെ വേർഡുകളെല്ലാം. അടുത്തത് പിതാജി നേ ചായ പി എന്ന് പറഞ്ഞ എന്താ? കുടിച്ചു. നിങ്ങൾക്ക് പിടി കിട്ടിയോ? നേ എവിടെയാ വന്നേന്ന്? ഇവിടെ എവിടെയൊക്കെയാ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും കൂടെ പറഞ്ഞു തരണോ? പിടി കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഹിന്ദി എന്താണ്? കർമ്മമാണ്. കവിത എന്താ? കർമ്മമാണ്. ഗീത് കർമ്മമാണ്. സാരി ബാത്ത് കർമ്മമാണ്. ചായ കർമ്മമാണ്. എന്താണേലും ഈ രോഹിത്, രാജീവ്, നിർജ, ജോസഫ്, പിതാജി ഇതൊക്കെ എന്താണ്? കർത്താവാണ്. കർത്താവിനോട് കൂടി എന്ത് ചേർത്തു? നേ ചേർത്തു. ഇതെന്താ? സകർമ്മകമാണ്. പാസ്റ്റ് ടെൻസ് എന്താ? ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഭൂതകാലമാണ്. പിടി കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എന്താ? ഒന്നും കൂടി ഞാൻ പറയാം. ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനോടുകൂടി നേ ചേർക്കണം. ഒന്നും കൂടി പറഞ്ഞുതരാവേ. ഇത് ഒന്നും കൂടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയാൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഭൂതകാലത്തിൽ ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനോടുകൂടി എന്ത് ചേർക്കും? നേ ചേർക്കും. സിമ്പിൾ അല്ലേ? നിങ്ങൾ സകർമ്മകമാണോ നോക്കിയാൽ മതി. ഇനി ഒരു വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഏതായാലും അകർമ്മകത്തിനൊന്നും എഴുതാൻ പോകുന്നില്ല. അതായത് കൂടുതൽ പേര് നമ്മൾ എക്സാം പേപ്പറൊക്കെ നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ പേര് എഴുതുന്ന സകർമ്മകത്തിൽ തന്നെയാണ്. എല്ലാ ക്രിയയും കർത്താവും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നേ ആക്കിക്കോ. പിന്നെ ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആ ടെൻസിൻ്റെ ഭാഗം, അതായത് പഠിച്ചു ഉള്ളത് പടി, എഴുതി എന്നുള്ളതിന് ലിഖി, പാടി എന്നുള്ളത് ഗയ,
പറഞ്ഞു എന്നുള്ളത് കഹി, കുടിച്ചു എന്നുള്ളതിന് പി. അത് നമുക്കൊന്ന് നന്നായി പഠിക്കാം കേട്ടോ. അത് നമ്മൾ ടെൻസിലെത്തുമ്പോൾ നന്നായിട്ട് തന്നെ അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഈ നേ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴത്തെ ക്ലാസ് ഏകദേശം ഒരു 25 മിനിറ്റിൻ്റെ അടുത്തെത്തി. അതുകൊണ്ട് നമ്മൾ ഇനി ക്ലാസ് എടുക്കുന്നില്ല. ഈ ഒരു ക്ലാസ്സിൽ നേ മാത്രം മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോ, സേ, കാ, കേ, കി അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നേ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഹിന്ദി തീരെ അറിയില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു ബേസിക് ക്ലാസ് എന്ന വണ്ണം നിങ്ങൾ ഇതും കൂടെ അവർക്ക് അയച്ചു കൊടുക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തടുത്ത ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് we can meet soon. So thank you.